ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിനെ പറ്റിയാണ്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും നെറ്റി ചുളിയും. അതിന് കാരണം ഗൂഗിളിലും യൂട്യൂബിലും അല്ലെങ്കിൽ കേട്ടറിവ് കൊണ്ടോ മറ്റ് പലവിധ കാരണങ്ങൾ കൊണ്ടോ ഇതൊരു ഭയങ്കര വേദന എടുക്കുന്ന പ്രൊസീജിയർ ആണ് എന്നൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. ആക്ച്വലി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഇതുപോലെ വേദന എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണോ? അല്ല. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒരിക്കലും വേദന എടുത്ത് ചെയ്യുന്ന പ്രൊസീജിയർ അല്ല. ട്രീറ്റ്മെന്റിന് ശേഷം 2-3 ദിവസത്തേനോ ചിലപ്പോൾ 4-5 ദിവസത്തിനോ ചെറിയ നീരോ വേദനയൊക്കെ വളരെ അപൂർവമായിട്ട് കണ്ടുവരാറുണ്ട്. എങ്കിൽ പോലും പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വേദന ഉണ്ടാകുന്നതല്ല. കാരണം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് മരവിപ്പിച്ചതിന് ശേഷം ആണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒരു സിറ്റിംഗ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അതോ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി 4-5 തവണ ക്ലിനിക്കിൽ വരേണ്ടി വരുമോ? ഇതിന് കൃത്യമായ ഒരു ഉത്തരം പറയുമ്പോൾ നമ്മുടെ പല്ലിന്റെ അവസ്ഥ പോലെ ഇരിക്കും ഇതിന്റെ ഉത്തരവ്. അതായത് ഇപ്പം കേടുവന്ന പല്ലാണല്ലോ നമ്മൾ റൂട്ട് കനാൽ ചെയ്യാൻ പോകുന്നത്. നല്ല ഇൻഫെക്ഷൻ ആയിട്ടുള്ള ടൂത്ത്, നീര് വന്നോ പഴുപ്പൊക്കെ വന്ന ഒരു പല്ല് നമുക്ക് സേവ് ചെയ്യാമെങ്കിൽ അങ്ങനത്തെ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഒരിക്കലും ഒറ്റ സിറ്റിങ്ങിൽ റൂട്ട് കനാൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് പല്ലിലെ കനാല് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് നിറച്ച് ഇൻഫെക്ഷൻ കുറഞ്ഞതിന് ശേഷം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഫിനിഷ് ചെയ്യുന്നതാണ് അതിന്റെ നല്ലൊരു റിസൾട്ട് കിട്ടാൻ എപ്പോഴും നല്ലത്.